നമസ്കാരം. ബ്രിട്ടനിൽ ഇന്ത്യക്കാരി പ്രധാനമന്ത്രിയാകും. കെയർ സ്റ്റാർമർ രാജിവെക്കും. ഷബാന മഹ്മൂദ് പ്രധാനമന്ത്രിയാകും. ഇതൊരു ചരിത്ര മുഹൂർത്തമായി തീരാൻ പോകും. കാരണം ബ്രിട്ടനിൽ ഒരു മുസ്ലിം വനിത ആദ്യമായിട്ട് പ്രധാനമന്ത്രിക്ക് ആയിട്ട് മാറാൻ പോകുന്നു. അല്ലെങ്കിൽ അങ്ങനെ അതിനുള്ള ഒരു വഴി ഒരുങ്ങുകയാണ് ബ്രിട്ടൻ. സത്യത്തിൽ അത്തരത്തിലൊരു ചരിത്രം കുറിക്കാനായി കാത്തിരിക്കുന്നത് കാശ്മീരി യുവതിയായിട്ടുള്ള ഷബാന മഹ്മൂദാണ്. ഇവിടെ ഈ ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഫയലുകളുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ അത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഭരണമാറ്റം അനിവാര്യമാകുന്നു. ആ ഭരണമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നു. അങ്ങനെയുള്ള വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. സ്റ്റാർമർ വ്യക്തിപരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്നില്ല എങ്കിലും എപ്സ്റ്റീനുമായി ബന്ധമുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രമുഖരുമായിട്ട് അദ്ദേഹത്തിനുള്ള അടുത്ത ബന്ധങ്ങളാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത്. ഭരണകക്ഷിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ രാജിക്കാരുടെ സമ്മർദ്ദം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെയർ സ്റ്റാർമർ സ്ഥാനമൊഴിഞ്ഞാൽ ആരാകും അടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നത് സംബന്ധിച്ച ചർച്ചകളും വളരെ സജീവമായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മഹ്മൂദ് പ്രധാനമന്ത്രി പദവിയിലേക്ക് ഉയരുമെന്നുള്ളതാണ് പൊതുവെ ഇപ്പോൾ അവിടെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ബ്രിട്ടന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പ്രധാനമന്ത്രി എന്ന നേട്ടമായിരിക്കും ഷബാന മഹ്മൂദിന് സ്വന്തമാകുന്നത്. പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലെ മിർപൂർ പട്ടണത്തിലും പേരുകളുള്ള സുബൈദയുടെ മഹ്മൂദ് അഹമ്മദിന്റെയും മകളാണ് ഷബാന മഹ്മൂദ്. 45 വയസ്സുള്ള ഷബാന മഹ്മൂദ് അഭിഭാഷകയും പരിചയസമ്പന്നയായ ലേബർ പാർട്ടി നേതാവുമാണ്. ബർമിംഗ്ഹാമിൽ ജനിച്ച അവർ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിയമപഠനം പൂർത്തിയാക്കി 2010 ബ്രിട്ടനിലെ ആദ്യ വനിതാ മുസ്ലിം എംപിമാരിൽ ഒരാളായി പാർലമെന്റിലെത്തി കുടിയേറ്റ വിഷയങ്ങളിൽ കർശന നിലപാടുകൾ സ്വീകരിച്ചു വന്ന ഒരാളായിരുന്നു. അമേരിക്കയിലെ ബ്രിട്ടീഷ് അംബാസഡറായിട്ട് പീറ്റർ മാൻഡൽസനെ നിയമിച്ചതോടെയാണ് പ്രതിസന്ധി UK രൂക്ഷമായത്. അവിടെയാണ് ഈ എപ്സ്റ്റീനുമായിട്ടുള്ള മാൻഡൽസന്റെ മുൻകാല ബന്ധങ്ങളൊക്കെ പുറത്തു വന്നു. അതോടുകൂടിയാണ് ഈ നിയമനത്തിന് സ്റ്റാർമറിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം UK ഉണ്ടാവുകയും ചെയ്യുന്നത്. ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മക്കസ്വിനി രാജിവെച്ചുവെങ്കിലും പ്രതിസന്ധി ശമിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കെയർ സ്റ്റാർമർ കൂടി രാജിവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ബ്രിട്ടൻ പോകുന്നു. ഇതിനിടെയാണ് ഏഞ്ചല റൈനർ, എഡ്മിലി ബാൻഡ്, ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻജി ബേൺഹാം എന്നിവരുടെയൊക്കെ പേരുകൾ കൂടി ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യതാ ലിസ്റ്റിൽ വരുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും കെയർ സ്റ്റാർമർ രാജിവെക്കുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ ഇന്ത്യക്കാരിയായിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള ഇന്ത്യയിൽ വേരുകളുള്ള ഷബാന മുഹമ്മദ്, കശ്മീരിക്കാരിയായിട്ടുള്ള ഷബാന മുഹമ്മദ് പ്രധാനമന്ത്രിയാകുവാനുള്ള സാധ്യതകളാണ് കൂടുതൽ എന്ന് പറയേണ്ടി വരും. അപ്പോൾ കെയർ സ്റ്റാർമറിന് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകുക ഇപ്പോൾ തന്നെ കെയർ സ്റ്റാർമറിന്റെ പ്രധാനമന്ത്രി പദം എന്ന് പറയപ്പെടുന്ന ആടി ഉലയുന്നതാണ്. ഈ എപ്സ്റ്റീൻ വിഷയം വന്നപ്പോഴത്തേനും അത് സമ്പൂർണ്ണമായി എന്നുള്ളൂ. അതിനു മുൻപ് തന്നെ പല വിഷയങ്ങളിലും ലേബർ പാർട്ടിക്കുള്ളിലുള്ള നേതാക്കന്മാർ തന്നെ കെയർ സ്റ്റാർമറിന്റെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. രാജിവെക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ എപ്സ്റ്റീൻ വിഷയവും വിവാദവും കൂടി വന്നതോടുകൂടി എപ്സ്റ്റീൻ ഫയൽസിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ അതിനകത്ത് ഉള്ളതുകൊണ്ട് അദ്ദേഹം നേരിട്ട് അതിനകത്ത് ഇടപെട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടും അവരുമായിട്ടുള്ള വലിയ ബന്ധമുള്ളതുകൊണ്ടും അത് വലിയ വിവാദമായി തീർന്നു. ആ വിവാദം എന്ന് പറയപ്പെടുന്നത് കെയർ സ്റ്റാർമറിന്റെ രാഷ്ട്രീയ ഭാവിയെയും ഒപ്പം തന്നെ പേഴ്സണൽ ലൈഫിനെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ ഭാവി ഇവിടെ അടയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെയർ സ്റ്റാർമർ രാജിവെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കെയർ സ്റ്റാർമർ രാജിവെക്കുന്ന ഒരു ഒഴിവിലേക്ക് അവരുടെ ആഭ്യന്തര സെക്രട്ടറിയുള്ള ഷബാന മഹ്മൂദ് പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയാണ് 90%. മറ്റുള്ള പലരുടെയും പേരുകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഷബാന മഹ്മൂദിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാശ്മീരിക്കാരിയായുള്ള ഷബാന മുഹമ്മദ് ചരിത്രമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.